കഴിഞ്ഞ ദിവസമാണ് ഇൻസ്റ്റാഗ്രാം ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന പല വ്ളോഗർമാരുടെയും അക്കൗണ്ടുകൾ അടിച്ചു കളഞ്ഞത്. നമുക്കറിയാം, റമ്മി പോലുള്ള ആ ഗെയിമുകൾ, അതുപോലെ പൈസ ഇട്ടിട്ട് അതിൽ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ആപ്പ് യൂസ് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പൈസ സമ്പാദിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അഡ്വർടൈസ്മെന്റ് പോലെ ചെയ്യുകയും അതിൽ കുറേ ആൾക്കാർ വീഴുകയും ചെയ്യും. അങ്ങനെ അതിൽ വീണ് കുറേ പേര് പൈസ പോവുകയും കാശ് കഷ്ടപ്പെടുകയും അതിനുശേഷം ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന പ്രവണതകളൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ആപ്പിനെയാണ് ഇവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിനാണ് ഇൻസ്റ്റാഗ്രാം ഇപ്പൊ പൂട്ടിട്ടേക്കുന്നത്. ഇതിനു മുമ്പ് യൂട്യൂബിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ചെയ്തുകൊണ്ടിരുന്നതാണ്. യൂട്യൂബ് അങ്ങനെ ഒരു ദിവസം എല്ലാ അക്കൗണ്ടും അടിച്ചു കളഞ്ഞു. യൂട്യൂബിൽ പിന്നെ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്യുകയാണ്. അപ്പോഴേ അടിച്ചു കളഞ്ഞാൽ പിന്നെ ആ ഒരു ഇമെയിൽ ഐ ഡിയിലോ ആ ഒരു ഇതിലോ അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പും പലരും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗെയിമിംഗ് ആപ്പാണെന്ന് പറഞ്ഞു വരികയും അതിൽ കുറച്ച് കാശുകൾ നിക്ഷേപിക്കുകയും ആ കാശ് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഒരുപാട് പേര് അതിൽ വീഴുന്നവരുണ്ട്. ആദ്യമൊക്കെ കുറച്ച് ബെനിഫിറ്റ്, ചിലപ്പോൾ ചെറിയ ചെറിയ ബെനിഫിറ്റുകൾ ഉണ്ടാവും. അതിനുശേഷം കയ്യിൽ നിന്ന് ഇനിയും കൂടുതൽ ലഭിക്കുമെന്ന് പറഞ്ഞ് പൈസ ഇടും. അതുപോലെ എല്ലാം പോവുകയും ചെയ്യും. അതിന് അഡിക്റ്റ് ആവും. ഈ ഗെയിം നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികളൊക്കെ ഇപ്പം മൊബൈലിൽ തന്നെ ഗെയിം കളിക്കുമ്പോൾ തന്നെ ചില ഗെയിമുകൾക്ക്, കുട്ടികളെന്നല്ല വലിയവർ തന്നെ ചില ഗെയിമുകൾക്കെല്ലാം അഡിക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ അഡിക്റ്റ് ആവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ കയ്യിലുള്ള കാശെല്ലാം മുടക്കി അല്ലെങ്കിൽ എന്തെങ്കിലും കടം വാങ്ങിച്ചാട്ടാണേലും അതിനകത്ത് ഇട്ടിട്ട് പൈസ നഷ്ടപ്പെടും. എന്നിട്ട് ആത്മഹത്യ ചെയ്യുക. അങ്ങനെയുള്ള ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇൻസ്റ്റാഗ്രാം അതിനൊരു പൂട്ടിട്ടു. അതിന്റെ ന്യൂസ് ഇങ്ങനെയാണ്: ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് മലയാളി വ്ളോഗർമാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ വയനാടൻ വ്ളോഗർ മല്ലു ഫാമിലി, സുജിൻ, പഷ്മീന സാക്കിർ തുടങ്ങിയവരടക്കമുള്ളവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയാണ് നിലവിൽ മെറ്റ നടപടി എടുത്തിരിക്കുന്നത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ബെറ്റിംഗ് ആപ്പുകളെയും ഗെയിമിംഗ് ആപ്പുകളെയും പ്രൊമോട്ട് ചെയ്ത ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടിച്ചത് കേരള പോലീസാണ്. അഡ്വക്കേറ്റ് ജിയാസ് ജമാലിന്റെ പരാതിയിൽ നേരത്തെ സൈബർ പോലീസ് എടുത്ത കേസിന് പിന്നാലെയാണ് ഈ നടപടി. സൈബർ സെല്ലിന്റെ ഇടപെടലിനെ തുടർന്ന് അനധികൃതമായ ആപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രചരിപ്പിച്ച നിരവധി അക്കൗണ്ടുകളും നിലവിൽ ലഭ്യമല്ല. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ 3-4 വ്ളോഗർമാരുടെ ഒക്കെ ആദ്യമേ അങ്ങ് പോയപ്പോഴത്തേക്ക് അക്കൗണ്ടുകളൊക്കെ പൂട്ടിയപ്പോഴത്തേക്ക് ഇതിൽ കൂടുതൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ ചെയ്തവരെല്ലാം എന്തെന്ന് വെച്ചാൽ ഓടി നടന്ന് അവരുടെ അക്കൗണ്ടിലുള്ള എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പലരും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എല്ലാവരും വലിയ വലിയ ട്രാവൽ വ്ളോഗർമാരുടെ ഒക്കെ അക്കൗണ്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനെ ഒരു ആവർത്തിച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടേ കാണത്തില്ലെന്ന് അവർക്കറിയാം. അങ്ങനെ വലിയ വലിയ ഇൻഫ്ലുവൻസർമാർ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, ഈ നമ്മൾ സിനിമയിലൊക്കെ ആരാധന കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി ആരാധിക്കുന്നവർ, മോഹൻലാലിന്റെ ആരാധകർ, ക്രിക്കറ്റിൽ സച്ചിന്റെ ആരാധകർ, അങ്ങനെയൊക്കെ പറഞ്ഞ ആരാധകരുണ്ട്. ഈ ആരാധകർക്ക് ഒരു കുഴപ്പമുണ്ട്. ഇവർ പറയുന്നതെല്ലാം അങ്ങ് വിശ്വസിക്കും. പരസ്യമാണെങ്കിലും അവര് പറയുമ്പം അവര് പറഞ്ഞതല്ലേ, അത് അവരോടുള്ള ഒരു അടുപ്പം. അവർക്ക് നേരിട്ട് കണ്ടിട്ടില്ല, അവർക്ക് യാതൊരു ബന്ധവുമില്ല. ക്രിക്കറ്റ് കളി കണ്ടവർക്ക് ക്രിക്കറ്റ് കളിയുമായിട്ടുള്ള ബന്ധം, സിനിമ കണ്ടവർക്ക് സിനിമയുമായിട്ടുള്ള ബന്ധം, അത്രയേ ഉള്ളൂ. സിനിമയിൽ കാണുന്ന ആ ബന്ധം അതൊരു ഇഷ്ടമായി മാറി. പിന്നെ അവർ പറയുന്നതെല്ലാം യേസ് വയ്ക്കുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഇവർ പറയുന്നത് വിശ്വസിച്ച് കഴിയുമ്പോൾ അവർ പറയുന്നതെല്ലാം ഓക്കെ ആണ് എന്ന് കരുതി അതിലൊക്കെ പെടുന്നവരാണ് കൂടുതലും. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അത്. അതുപോലെയാണ് ഇപ്പൊ ഇൻഫ്ലുവൻസർമാരുടെ കാര്യം. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്താ വെച്ചാൽ, ഇപ്പോൾ സിനിമയിൽ ആരാധന ഉള്ളതുപോലെ തന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഈ പറഞ്ഞ അക്കൗണ്ടുകൾ സോഷ്യൽ മീഡിയകളിലാണെങ്കിലും ഇവർക്കെല്ലാം ആരാധകരായിപ്പോയി. അത് എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒരാളെ ഇത്രയും ഗാഢമായി ആരാധിക്കുന്നവരെ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ആദ്യം സ്വന്തമായിട്ട് വീട്ടിലുള്ളവരെയൊക്കെ സ്നേഹിച്ച് നടക്കുന്നതിന് പകരം അവര് പറയുന്നതും ജീവിതം എന്താണെന്ന് പഠിക്കുന്നതിന് പകരം ഇവര് പറയുന്നതെല്ലാം കേട്ട് ഇവര് ഇൻഫ്ലുവൻസർമാരാണല്ലോ, ഇവര് വലിയ പ്രശസ്തിയിലൊക്കെ ആയിപ്പോയി. ഇവരെന്ത് കാണിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇവരെ അങ്ങ് വിശ്വസിച്ച് ഇവര് ഗെയിമിങ്ങിന്റെ ആപ്പും അങ്ങനെയുള്ള കാശ് പോകുന്ന പല ആപ്പുകളും കൊണ്ടുവന്ന് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ പൈസ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്താ, എല്ലാവർക്കും ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഗെയിമിംഗ് ആപ്പുകളിൽ ഗെയിം കളിച്ചിട്ടൊന്നും അല്ല ഇവർ കാശ് ഉണ്ടാക്കുന്നത്. ഇവർ ഈ പരസ്യം കൊടുക്കുമ്പോൾ തന്നെ ഈ കമ്പനിയുടെ ആൾക്കാര് ഇവർക്കൊരു തുക കൊടുക്കും. 5 ലക്ഷമെങ്കിൽ 5 ലക്ഷം, 10 ലക്ഷമെങ്കിൽ 10 ലക്ഷം, 2 ലക്ഷമെങ്കിൽ 2 ലക്ഷം, ഇങ്ങനെയുള്ള തുക കൊടുക്കും. ഇവരെ കൊണ്ട് പറയിക്കും. ഇവർ പ്രൊമോട്ട് ചെയ്തിട്ട് ഇവർ പറയുന്നത് എന്താണ്, എനിക്ക് ഇങ്ങനെയുള്ള പൈസ ഒക്കെ കിട്ടുന്നത് ഞാൻ ഈ ഗെയിം കളിച്ചിട്ടാണ്, ഞാൻ അത് വാങ്ങിച്ചു, കാർ വാങ്ങിച്ചു, വീട് വെച്ചു, അത് ഇത് ചെയ്തു. ഇതൊന്നും അല്ല. അവർക്ക് മറ്റൊരു വരുമാനം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസർമാർക്കെല്ലാം യൂട്യൂബിലും ചാനലുകളുണ്ട്. നിങ്ങൾ കയറി നോക്കിയാൽ അറിയാം. ഈ യൂട്യൂബ് ചാനൽ വഴി വരുന്ന വരുമാനവും അല്ലാതെ അവർക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ആ വരുമാനത്തിലൊക്കെയാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്.
എന്നിട്ട് ഇവർ ഈ പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രം അവരുടെ കയ്യിൽ നിന്ന് കാശ് 5, 10, 15 ലക്ഷം രൂപ വാങ്ങിക്കുക. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് അങ്ങ് സംസാരിക്കുക, ഞങ്ങൾ ഇങ്ങനെയാണ് വീട് വെച്ചതും അത് വെച്ചതും. ഇത് വിശ്വസിക്കാൻ കുറെ മണ്ടന്മാരും. ഈ മണ്ടന്മാരാണ് അവസാനം പോയിട്ട് കയറിൽ തൂങ്ങുന്നത്. മലയാളികൾ ബുദ്ധിയുള്ളവരാണ്, കൂടുതലും ബുദ്ധിയുള്ളവരാണെന്നൊക്കെയാണ് പറയുന്നത്. നല്ല ബുദ്ധിയുള്ളവരാണ്. പക്ഷേ ഈ ബുദ്ധികൾ അതിബുദ്ധി ആവത്തെന്ന് പറയുന്ന പോലെ ഒരുപാട് ബുദ്ധി കൂടിയവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇവര് ബുദ്ധി കൂടി പെട്ടെന്ന് പണക്കാരനാവണം, എനിക്ക് പെട്ടെന്ന് കാശുകാരനാവണം, എനിക്ക് പെട്ടെന്ന് ഇതാവണം, അവരിങ്ങനെ ആയല്ലോ, അവരിത് കളിച്ചിട്ടല്ലേ ഇങ്ങനെ ആയത്, അപ്പൊ നമുക്കും അങ്ങനെ ആവാം, കാറ് വാങ്ങിക്കണം, വീട് വാങ്ങിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ആഗ്രഹം, സമൂഹത്തിന്റെ മുന്നിൽ വലിയൊരു കാശുകാരനായിട്ട് നടക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ടുവരികയും അതിനുശേഷം ഇതിലൊക്കെ പെടുകയും ചെയ്യും. അങ്ങനെയാണ് കൂടുതൽ പേർക്ക് സംഭവിക്കുന്നത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഇവർ ഗെയിം കളിച്ചിട്ടൊന്നും അല്ല കാശ് ഉണ്ടാക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഇത് വർക്കൗട്ട് ആവുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. ആ നോർത്ത് ഇന്ത്യയിലും ഇപ്പം ഒരുപാട് പേര് ഈ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്, നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ. ഇപ്പൊ അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ എല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വീഴുന്നത്. ഇപ്പൊ മലയാളികളും വീണ് തുടങ്ങിയിട്ടുണ്ട് കുറെ പേര്, കുറെ ആൾക്കാർ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരു വീഡിയോ കണ്ടതാണ്. ഒരു ലേഡി നടന്നു പോകുന്നു, ഞാൻ ആരെയൊന്നും എടുത്തൊന്നും പറയുന്നില്ല, ഒരു ലേഡി നടന്നു പോകുന്നു, അവരൊരാളെ കാണുന്നു, ഒരു ആവറേജ് ഇതുള്ളൊരു മനുഷ്യൻ. ആ പുള്ളിക്ക് പക്ഷേ ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല, റോഡിലാണ് അവിടെ നിൽക്കുന്ന ആളായിരിക്കാം. പുള്ളിക്ക് കൊണ്ടുപോയി കുറച്ച് ക്യാഷ് കൊടുക്കുക, എന്നിട്ട് പറയാം ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുക, ഞാനിത് എങ്ങനെയാണ് ഞാനിത് സമ്പാദിച്ചതെന്ന് അറിയാമോ, ഞാൻ ഇങ്ങനത്തെ ഈ ഗെയിം കളിച്ചിട്ടാണ്, ചേട്ടൻ്റെ മൊബൈൽ ഉണ്ടെങ്കിൽ ഈ ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഈ പൈസ ഉണ്ടാക്കുന്നത്. ഇതുപോലെ തന്നെ വേറെ പരസ്യം ഞാൻ കാണാനിടയായി. എന്താ വെച്ചാൽ ഒരു ലേഡി ഒരു കടയിൽ വരും, അവരുടെ ഗൂഗിൾ പേയിൽ എടുക്കുമ്പോഴത്തേക്ക് പൈസ അടയ്ക്കാൻ പൈസ ഇല്ല. അത് പരസ്യമാണ് കേട്ടോ, പരസ്യമായിട്ട് തന്നെ കാണിക്കുന്നത്. പൈസ ഇല്ല. പൈസ വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു ലേഡി പറയും, ഓ എന്ത് പറ്റി? അവ പറയും, എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല, സാധനം വാങ്ങിച്ചു, പക്ഷേ ഞാൻ ഇപ്പോൾ നോക്കിയാൽ ബാലൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അവർ പറയും അത് കുഴപ്പമില്ല, എത്ര കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കാം എന്ന് പറയും. അപ്പോൾ അവർ താങ്ക്സ് പറയുമ്പോൾ അവരോട് പറയുന്നതാണ്, ഞാനിതെങ്ങനെയാണെന്ന് അറിയാമോ ഇത് സമ്പാദിച്ചത്, ഇന്ന ഗെയിം കളിച്ചിട്ട്. എന്നിട്ട് ഒരു ഗെയിം അങ്ങ് എടുത്ത് കൊടുക്കും. അവർ ഗെയിമല്ലേ, ഈ ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ക്യാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വിശ്വസിക്കാൻ കുറെ പേര്. അതുപോലെ തന്നെയാണ് ഈ ആപ്പുകളിൽ നിന്ന് പ്രൊമോഷനായി വൻ തുക കൈപ്പറ്റിയ ശേഷം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഈ ആപ്പിലൂടെ ഗെയിം കളിച്ച് ഉണ്ടാക്കിയതാണെന്ന തരത്തിലായിരുന്നു ആ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഗാബ്ലിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടി എസ് അഭിജിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി രംഗത്ത് വന്നിരുന്നു. എസ് അഭിജിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എസ് അഭിജിത്തിനെ ഞാൻ വീഡിയോസ് കാണാറുണ്ട്. കൂടുതലും ഈ ഗെയിമിംഗ് ആപ്പിനെ കുറിച്ച് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നവരുടെ വീഡിയോ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുമായിരുന്നു. അവരെ തുറന്നു കാട്ടുമായിരുന്നു. ഇതിങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്, ഇതാണ് ഇതിന്റെ അവസ്ഥ എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഒരുപാട് ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട് അഭിജിത്തിന്. സത്യത്തിൽ അഭിജിത്തിന് ഇതിനകത്തൊരു വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ അഭിജിത്ത് ഇതിനു വേണ്ടി പോരാടിയ ആളാണ്. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഈ അക്കൗണ്ടുകളെല്ലാം ഇൻസ്റ്റാഗ്രാം ബാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അക്കൗണ്ട് ഇങ്ങനെയുള്ള പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അക്കൗണ്ടുകളെല്ലാം ഇങ്ങനെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള മധുര മനോഹര മോഹങ്ങളൊക്കെ തന്ന് അവർ ക്യാഷ് വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ട് അവർ പറയും ഞങ്ങൾ ഇങ്ങനെയാണ് സമ്പാദിച്ചിരിക്കുന്നത്, ഞങ്ങൾ വീട് വെച്ചു, ഞങ്ങൾ കാറ് വാങ്ങിച്ചു, ഞങ്ങൾ അത് ഇത് ചെയ്യുന്നൊക്കെ നമ്മളെ ഇങ്ങനെ അത് ഒരാളുടെ മനസ്സിലേക്ക് അങ്ങ് കയറ്റുകയാണ്. എന്ന് വെച്ചാൽ ഈ വീഡിയോസ് ഒക്കെ കാണുന്നവർ വിചാരിക്കും ഇവരിങ്ങനെയൊക്കെ നേടി, അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ നേടാന്ന് പറഞ്ഞാണ് പലരും കുഴിയിപ്പ് ചാടുന്നത്. എല്ലാവരും മനസ്സിലാക്കുക, ഏത് ഗെയിം ആപ്പായിക്കോട്ടെ, കാശ് മുടക്കിയുള്ള എന്ത് ഗെയിമും ആയിക്കോട്ടെ, ഇവരാരും നമ്മളെ ഒന്ന് ഗുണപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. അവർക്ക് സമ്പാദിക്കാൻ വേണ്ടിയാണ് ഈ കമ്പനിക്ക്. പിന്നെ ആ കമ്പനി അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് കുറെ സമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്കൊരു പൈസ വാഗ്ദാനം ചെയ്യും. ചിലർ വീഴും, ചിലർ വീഴത്തില്ല. എനിക്ക് വീഴാത്ത എത്രയോ പേരെ അറിയാം. ഇങ്ങനെ സമീപിച്ചതിന് ശേഷം ഈ യൂട്യൂബിൽ തന്നെ വീഡിയോസ് ചെയ്യുന്ന പല ആൾക്കാരും വലിയ നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബിലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. അവരെയൊക്കെ സമീപിച്ചിട്ടുണ്ട്, ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും ഇതിന് കൂട്ടുനിൽക്കാത്ത ആൾക്കാരെ എനിക്കറിയാം. കൂട്ടു നിന്നിട്ടില്ല. അവർ പറഞ്ഞ് നമുക്ക് അങ്ങനെയുള്ള സമ്പാദ്യം വേണ്ട എന്നാണ് പറയുന്നത്. അതാണ് കറക്റ്റ്. എന്ന് വെച്ചാൽ ഈ വീഡിയോസ് കണ്ടിട്ട് ആരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുടുംബം തന്നെ ചിലപ്പോൾ അനാഥമായി പോകും. ഇങ്ങനെ പൈസയൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് ആത്മഹത്യ, ഒരു കുടുംബനാഥനായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവത്തിൽ ആ ഒരു കുടുംബം മൊത്തം അനാഥമാകുകയാണ്. അതിന്റെ എല്ലാം പ്രാക്ക് ഇവർക്കാണല്ലോ വരുന്നത്. അങ്ങനെയാണ് എടുത്ത് പറഞ്ഞത്. അങ്ങനെയുള്ള പ്രാക്കല്ല എന്തിനാണ് നമുക്ക്, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ ആളെ എനിക്കറിയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരാരും നമ്മളെ നന്നാക്കാൻ വേണ്ടിയല്ല ഈ ഗെയിമിംഗ് ആപ്പും ഇങ്ങനെ ബെറ്റിംഗ് ആപ്പും ഒക്കെ കൊണ്ടുവരുന്നത്. കമ്പനിക്ക് പൈസ ഉണ്ടാക്കുക, അവരതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർക്ക് ലക്ഷങ്ങൾ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് അവർക്ക് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് എത്രമാത്രം ലാഭം ഉണ്ടെന്ന് ആലോചിക്കണം.
ഓക്കെ, ആദ്യം ചിലപ്പോൾ 1000 വെച്ച് കളിക്കുന്നവന് ചിലപ്പോൾ 2000 കൊടുക്കും, 2000 വെച്ച് കൊടുക്കുന്നവന് 3000 കൊടുക്കും. അത് കഴിയുമ്പോൾ അവൻ വിചാരിക്കും ഇത്ര ഈസി ആയിരുന്നു, എന്നാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ പൈസ ഇടാന്ന് വിചാരിക്കും. അങ്ങനെ പൈസ ഇട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോഴത്തേക്ക് ഈ ഗെയിമിനെല്ലാം അഡിക്റ്റ് ആയിരിക്കും. അപ്പം കൂടുതൽ പേരും ഈ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്ന ഈ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഫേസ്ബുക്കിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവർ പറയുന്നത് എല്ലാം നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഒന്നാമത്തെ കാര്യം, ഇവരാരും ആരാധിക്കേണ്ട ആൾക്കാരൊന്നുമല്ല. ഇവർ നല്ല ചെയ്താൽ നല്ലതെന്ന് പറയണം, കെട്ടത് ചെയ്താൽ കെട്ടതെന്ന് തന്നെ പറയണം. അല്ലാതെ ഒരു ആരാധന മനസ്സിൽ വെച്ചിട്ട് അവർ പറയുന്ന എല്ലാം ശരിയാണെന്ന് കരുതി ഇങ്ങനെയുള്ള ഗെയിം ആപ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മാത്രം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും അവർ പറയുന്നത് എല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കാതെ ചിന്തിച്ച് മാത്രം നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുക. അതാണ് ജീവിതത്തിലേക്ക് നല്ലത്. എല്ലാവരും കരുതിയിരിക്കുക. ഇനിയും ഇൻഫ്ലുവൻസർമാരുണ്ടാകും, വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാകും, വലിയ വലിയ പേജുകൾ ഉണ്ടാകും, വലിയ വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരുണ്ടാകും. അവർ ഇനിയും ഇങ്ങനെയുള്ള പണിയുമായിട്ടൊക്കെ വരും. അപ്പം ആ പണിയിലൊന്നും വീഴാതെ സൂക്ഷിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.